ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം. ഞാനും അമ്മയും വൈകുണ്ഠ ഏകാദശി നാളിൻ്റെ അന്ന് വിഷ്ണു ഭഗവാനെ കാണാൻ അമ്പലത്തിലേക്ക് ചെന്നു. വെറും കൈയോടെ പോകാൻ പാടില്ലല്ലോ. ശിവഭഗവാന് കോവളം, വിഷ്ണു ഭഗവാന് തുളസിമാലയും താമരപ്പൂവും കൂടി മേടിച്ചു. ആഞ്ജനേയ സ്വാമിക്ക് തുളസിമാലയും മേടിച്ചു. അമ്പലത്തിലേക്ക് ചെന്നപ്പോഴാണ് തിരുപ്പതി പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും ക്യൂവ്, ഭയങ്കര ക്യൂ ആയിരുന്നു. തിരുപ്പതി ഞാൻ പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോലും കാണാത്ത ഒരു ക്യൂ എന്ന് പറഞ്ഞത്. സോ 1 മണിക്കൂർ ദൈർഘിപ്പിക്കുന്ന ക്യൂ നിന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് അമ്പലത്തിലെ മെയിൻ കവാടം, മെയിൻ ഗേറ്റ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഒരുപാട് ഭക്തരാണ്. നമ്മുടെ വൈകുണ്ഠ ഏകാദശിയുടെ നാൾ ഗോവിന്ദ ഭഗവാനെ, പെരുമാളിനെ, നാരായണനെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വരുവാണ്. സോ കുറേ നേരം ഞാനും അമ്മയും കൂടെ നിന്ന് നാമം ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഓം നമോ നാരായണ, ഹരേ രാമ ഹരേ കൃഷ്ണ, ഈ നാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രവേശിച്ച്. ഞാനും അമ്മയും തമ്മിൽ ഒന്നും സംസാരിച്ചേ ഇല്ല പറയണമെങ്കിൽ. ടി വിയിലെ ഭക്തി ചാനലിലും പിന്നെ സിനിമകളിലും മാത്രമേ ഞാൻ ഈ ഭഗവാനെ ഇത്രയും അലങ്കരിച്ച വിഗ്രഹങ്ങളും ഇത്രയും ഡെക്കറേഷൻ ചെയ്ത് ദൈവങ്ങളെയൊക്കെ കാണുന്നേ. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എന്തെന്നല്ലാത്ത ഒരു സന്തോഷം. ഇതൊക്കെ ഞാൻ ആദ്യമായി കാണുന്ന ഒരു വിശേഷങ്ങളാണ്. വൈകുണ്ഠ ഏകാദശിക്ക് ഇത്രയും ആൾക്കാർ ഈ അമ്പലത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഞാൻ സാധാരണ ആൾക്കാരൊന്നും കാണത്തില്ല, അമ്പലത്തിൽ നേരത്തെ പോയിട്ട് നേരത്തെ വരാം എന്ന് കരുതിയിട്ടാണ് പോയത്. എല്ലാം ഭഗവാന്റെ തീരുമാനമാണ്. ഞങ്ങൾ ക്യൂ നിൽക്കാൻ 2 ലൈൻ ഉണ്ടായിരുന്നു. ഒരു ക്യൂ വന്നിട്ട് കാശ് കൊടുത്തിട്ട് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു ക്യൂ. രണ്ടാമത് കാശ് കൊടുക്കാണ്ട് ആ ക്യൂ എത്ര നേരം നിന്ന് ഭഗവാനെ എപ്പോഴാണോ കാണാൻ പറ്റുക അപ്പോൾ പോയി കാണാം, അങ്ങനെ ഉള്ളൊരു ലൈനായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നാമം ജപിച്ചിട്ട് ഭഗവാനെ മനസ്സ് നിറഞ്ഞ് കണ്ട്, പിന്നായം പോലെ കാണുവാണെങ്കിൽ പോലും ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് കണ്ടു തൊഴുതു. ദീപനാളത്തിൽ കൊണ്ട് ആ വെളിച്ചത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വിഗ്രഹമായിരുന്നു. സാധാരണ വേറെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ബൾബും ഫോക്കസ് ലൈറ്റൊക്കെ വെച്ചിട്ട് ദൈവത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന, പൂർണ്ണമായി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് വേറെ അമ്പലങ്ങളിലെല്ലാം കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ അമ്പലത്തിൽ വിളക്കിൻ്റെ നാളം തെളിച്ചം കൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹം കാണാൻ പറ്റിയത്. ഭഗവാന്റെ എതിർവശത്ത് ഗരുഡ ഭഗവാന്റെ പ്രതിഷ്ഠയും സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തത് ഞങ്ങൾ ശിവന്റെ അമ്പലത്തിലേക്കാണ് പോയത്. ശംഭോ മഹാദേവ, ശിവലിംഗം, ശിവഭഗവാനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിളക്കൊക്കെ തെളിയിച്ച് നല്ല ഐശ്വര്യമുള്ള ശിവലിംഗം ഒരുക്കി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച കാണാൻ 2 കണ്ണുകൾ തികയില്ല. കണ്ട് പ്രാർത്ഥിച്ച് ദേവിയെയും പാർവതി ദേവിയെയും വിനായകനെയും കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇറങ്ങി. ശിവഭഗവാന്റെ നടയുടെ നേരെ നന്ദികേശനെയും ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്തത് ആഞ്ജനേയ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെയും ക്യൂ ഉണ്ട്. 3 അമ്പലത്തിൽ പോകണമെങ്കിലും ക്യൂ ഉണ്ട്. ആഞ്ജനേയൻ ഭഗവാന്റെ പ്രതിഷ്ഠ. ജയ് ശ്രീറാം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ധ്യാനിച്ച് നാമമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ലഡ്ഡു മേടിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങി. നല്ല ഡെക്കറേഷനായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര നല്ല ഭംഗിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഒരുപാട് ഭക്തർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം.
പലരും ദീപം വെച്ച് പ്രാർത്ഥിച്ച് ഓരോ നേർച്ചയുമായിട്ട് ഒക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ വൈകുണ്ഠ ഏകാദശി നാളിൻ്റെ അന്ന് മരിച്ചു പോയവരെയൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ അവരും സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ലഡ്ഡു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇത് അമ്പലത്തിൻ്റെ പുറമേ ഉള്ള കാഴ്ചകൾ. കച്ചവടക്കാർ, പോലീസ്, പിന്നെ ഭക്തർ എല്ലാവരും ഉണ്ട് അവിടെ വെളിയിൽ. ഈ അമ്പലം ഉള്ളത് കെആർപുരത്താണ്. അമ്പലത്തിൻ്റെ പേര് കട്ടെ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ. അടുത്തത് ഞങ്ങൾ സർപ്പദൈവങ്ങളുടെ അടുത്തേക്കാണ് ചെന്നത്. അടുത്ത് വലിയൊരു ആൽമരമുണ്ട്. ഇവിടുത്തെ സർപ്പദൈവങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ നമ്മൾ ആൾക്കാർ തന്നെയാണ് അവിടെ കുങ്കുമം പൂവൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ സർപ്പദൈവങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നമ്മളെല്ലാ വിസിറ്റും കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. നല്ല റഷായിരുന്നു. ഇന്ന് ഏകാദശിയാണ്, സ്വർഗവാതിൽ ഏകാദശി. അപ്പം പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി. ഇനി വീട്ടിൽ പോകാനുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അമ്പല ദർശനം? നല്ലായിരുന്നു അല്ലേ? കർണാടകയിൽ കെആർപുരത്ത് കോട്ടെ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ ആയിരുന്നു നമ്മൾ ഇപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് വരുന്നത്. അമ്മ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ കുറേ പ്രാവശ്യം പോയിട്ട്. വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇനി വീട്ടിൽ എത്തുക, വല്ലതും കഴിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. അടുത്ത വീഡിയോ കാണുന്നതും വരേക്കും നന്ദി, നമസ്കാരം. ಕ್ಯಾಮ್ರನೇ ನೋಡ್ತಿರೋದು. ಮಂಜುನಾ എൻ്റെ ക്ലാസ്മേറ്റ്, ಕಾಲೇಜ್ ಮೇಟ್. ಥ್ಯಾಂಕ್ ಯು. ಇವತ್ತು ಶಬರಿಮಲೆ ಹೋಗ್ತಿದ್ದೀನಿ. ಅದಕ್ಕೆ ಲಾಸ್ಟ್ ವೈಕುಂಠ ಏಕಾದಶಿಗೆ ಮೀಟ್ ಮಾಡೋಣ ಅಂತ ಬಂದಿದ್ವಿ. ಹೇಳಿ, ಅಲ್ಲಿ ಇಲ್ಲೇ ಕೂತ್ಕೊಂಡಿದ್ವಿ ನಾವು. ಹೌದು, ನಿಮ್ಮೂರಲ್ಲೇ ಇರೋದು. ಅದಕ್ಕೆ ಪಾಪ ಯಾಕಂದ್ರೆ ಮಲಯಾಳ ರಾಜ ಅಂತಾರೆ. ಹೌದು, ಗೊತ್ತು. ನಿನ್ನ ಏನಾದ್ರು ಇದೆಯಾ? ಹೇಳು. ನಮ್ಮ ಸ್ಟೋರಿ ಏನಿಲ್ಲ. ಏನು? ಸ್ವಾಮಿ ಶರಣ. ಓಟ್ ಬನ್ನಿ, ಒಳ್ಳೇದಾಗಿ. യാദൃച്ഛികമായി ഞാൻ എൻ്റെ ക്ലാസ്മേറ്റായ എൻ്റെ കോളേജിൽ PUC ഡിഗ്രി കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. മഞ്ജുനാഥിനെ കണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങളുടെ വിശേഷങ്ങളും പങ്കുവെച്ചു. ഞങ്ങളുടെ റീൽസിനെ കുറിച്ചൊക്കെ ഭയങ്കര കമൻ്റ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ട് ചിരിച്ച് സന്തോഷമായിട്ട് ഞങ്ങളെ മഞ്ജുനാഥ സ്വാമി ഓട്ടോയിൽ കയറ്റി യാത്രയാക്കി. നന്ദി, താങ്ക് യു സോ മച്ച് മഞ്ജുനാഥെ. ഞാൻ പ്രതീക്ഷിച്ച പോലും ഇല്ല നിന്നെ കാണാൻ പറ്റുമെന്ന്. സോ താങ്ക്സ് ടു ഗോഡ്. പിന്നെ അപ്പോൾ എല്ലാ മാസവും ഇതേപോലെ ഏകാദശി വ്രതം എല്ലാവരും ആചരിക്കാൻ ഭഗവാൻ ശക്തി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ.